ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്ന് സിപിഎം പണം സ്വീകരിച്ചതിനുള്ള തെളിവുകൾ പുറത്തുവിട്ട ആർഎസ്പി നേതാവ് ഷിബു ബേബി ജോൺ. 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ സിപിഎം ഇലക്ഷൻ കമ്മീഷന് നൽകിയ രേഖകളാണ് ആർഎസ്പി നേതാവ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടത്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഏറ്റവും വലിയ വിമർശനമുയർത്തിയത് ഇടതു പാർട്ടികളായിരുന്നു, പ്രത്യേകിച്ച് സിപിഎം. അതേ സിപിഎം തന്നെ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്നും പണം സ്വീകരിച്ചതിന്റെ തെളിവുകളാണ് ഈ രേഖകൾ. മേഘ എഞ്ചിനീയറിംഗ്, നവയുഗ എഞ്ചിനീയറിംഗ്, കേരളത്തിൽ നിന്ന് യൂണിടെക് തുടങ്ങിയ കമ്പനികളെല്ലാം സിപിഎമ്മിന് പല കാലങ്ങളിലായി പണം നൽകിയിട്ടുണ്ട്. അതിൽ ഈ വിവാദപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ കമ്പനികളുടെ കയ്യിൽ നിന്നും സിപിഎമ്മിന് ബാലൻസ് ഷീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. രാജ്യത്ത് ഏറ്റവും വലിയ സിബിഐയുടെ അന്വേഷണ വിധേയമായി നിൽക്കുന്ന കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ്, മേഘ എഞ്ചിനീയറിംഗ്. അവരാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചത്. മേഘ എഞ്ചിനീയറിംഗ് സിപിഎമ്മിന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നവയുഗ എഞ്ചിനീയറിംഗ് വീണ്ടും ഒരു വിവാദ കമ്പനിയാണ്. മാത്രവുമല്ല അതുപോലെ അദാനിയുമായിട്ട് ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയും ഉണ്ട് നവയുഗയ്ക്ക്. സിപിഎം പൊതുവിൽ ശത്രുക്കളായി കാണുന്ന ഫാർമ മേഖലയിൽ നിന്നുള്ള കമ്പനികളിൽ നിന്ന് വരെ പാർട്ടി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നതാണ് ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. കമ്പനികളിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റുകയും ശേഷം ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് സ്വീകരിക്കില്ലെന്നും പറയുന്നതിന് പിന്നിലെ യുക്തിരാഹിത്യവും ചോദ്യം ചെയ്യപ്പെടണം. ജനം, കൊല്ലം.